ബാങ്ക് പലിശയാണ്. ബാങ്ക് ജോലി പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അത് ആര് ഏത് രാഷ്ട്രീയ സംഘടനക്കാർ നേതൃത്വം കൊടുത്താലും ബാങ്ക് പരിപാടി നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമു തന്നെ. അതിനൊന്നും നമ്മൾ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അത് ഹലാലും ഹറാമും ആഖിറവും പരലോകവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നുണ്ടാവും. അവര് നടത്തിക്കോട്ടെ. നമ്മൾ പറഞ്ഞു ഒരു ജോലിയും കിട്ടിയില്ല, ബാങ്ക് ജോലി കിട്ടിയ നാട്ടില് ബാങ്ക് മാനേജറായി ജോലി കിട്ടിയ ഞാൻ കയറുമായിരുന്നു. റെക്കമെൻഡേഷൻ നടക്കുക. നമ്മുടെ പാർട്ടി നേതാവ് ഉണ്ടല്ലോ, ജില്ലാ നേതാവിന്റെ കാല് പിടിച്ചേക്കാം. എന്തിന് നമ്മൾ നടക്കുന്നു? ഒരു ഹറാമ് നമ്മൾ ചോദിച്ചു വാങ്ങാനോ വെറുതെ കിട്ടിയെടുക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മളെന്താ പറയാ, എന്താ ശമ്പളം 70,000, 80,000, 1 ലക്ഷം, 1.5 ലക്ഷം, പിന്നെ എടുത്തൂടെ? നമുക്കൊക്കെ എന്ത് ഈമാൻ. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുടെ ഇടപാടുകളോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സിസ്റ്റം ലോകത്തുണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായ രംഗത്ത് അവന് സഹായം കൊടുക്കുന്ന കാശ് കൊണ്ട് അവനെ ചൂഷണം ചെയ്യരുത്. പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും മുസ്ലിമിന് എടുക്കാൻ പറ്റൂല. അതിന് ഞാൻ എതിർത്ത് എന്ത് ക്ലിപ്പറക്കിയിട്ടും കാര്യമില്ല. മുസ്ലിമിന് അത് പറ്റൂല. ഞാൻ മുസ്ലിമിനെ പറയുന്നത്. മുസ്ലിം അല്ലാത്ത പലരും ഇതൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കേട്ടേക്കാം. നിങ്ങൾ ഉണ്ടാണ്ടിരുന്നാൽ മതി. ഇത് മുസ്ലിമീങ്ങളോട് ഈമാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. നമുക്കത് പാടില്ല. വെറുതെ കിട്ടിയാലും പാടില്ല. കിട്ടിയ തരക്കേടില്ല എന്നാണ് മനസ്സിലുള്ളത്. അപ്പൊ തിന്മയോട് വെറുപ്പില്ല എന്നല്ലേ അർത്ഥം. അത് കുറ്റകരമാണ്. നാളെ പരലോകത്തേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ മലകളോളം വരുന്ന അമലുകളുമായി വരുന്നവര്. മലകളോളം നമുക്കൊക്കെ നമ്മളെ അമല് ഈ സ്റ്റേജിന്റെ തറയോളം ഉണ്ടാവും. അല്ലാഹു അലം. മലകളോളം അമലുമായി വരുന്നവര് അല്ലാഹു പൊടിപൊടിയാക്കി കളയുമെന്നാണ്. അല്ലാഹു സ്വീകരിക്കൂല. ഭയങ്കരമായ ദിക്റും സലാത്തും ഹജ്ജും കൊല്ലം ഉംറയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റമദാൻ ഹറമിൽ കുത്തിയിരിക്കുന്ന ആളാ. നാട്ടില് വട്ടിപ്പലിശേനെ പരിപാടി. ഒരു കാര്യമില്ല. ആകാശങ്ങ് പോയി. എയർലൈൻസിൽ ലാഭായി എന്ന് മാത്രം, വേറൊന്നും കിട്ടിയില്ല. ട്രാവൽസ് يجعلها الله هباء منثورا جلهم لنا صفهم لنا يا رسول الله لئلا نكون منهم ونحن لا نعلم. നബിയെ അത് ആരാണെന്ന് പറഞ്ഞു തരുമോ? നബിയെ ആരാണ് അല്ലാഹു അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നവർ? ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആരാണെന്നറിയുമോ? നമ്മൾപ്പെട്ടവരെ, നമ്മുടെ ആശയങ്ങളുള്ളവരെ, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ. അല്ലാഹുവിന്റെ ഒരു ഹറാമിന്റെ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവര് ചെയ്തവരാണെന്നല്ല ഖുർആൻ പറഞ്ഞത്. ചെയ്തവരാണെന്നല്ല. ദീനിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ ഉസ്താദുമാര് വരും. മുഅല്ലിമ് ചെറിയ ക്ലാസ്സിലെ 1ാം ക്ലാസ് മദ്രസ പഠിപ്പിക്കുന്ന ആള് മുതല്, അങ്ങ് സ്വദർ മുതല്, വഅദ് പറയുന്ന ആള് മുതല്, മുദർരിസ് മുതല്, ഖാദി മുതല്, ഖാദിൽ ഖുദാത്ത് മുതല്, എല്ലാവിധ മുഫ്തിമാരുടെ മുഫ്തിമാര് മുതല്, എല്ലാ ലോകത്തിന്റെ പണ്ഡിതന്മാര്, വിദ്യാർത്ഥിനികള് മുഴുവൻ, ഇൽമിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാ, ആരാരും അറിയില്ല എന്ന് കണ്ടാൽ, ഒരു തെറ്റിന് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുന്ന മനസ്സുള്ളവരായിരുന്നു. അത്തരം ആളുകളുടെ അമല് എത്ര വലിയ അമലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ വിഷയം എന്നറിയോ? ഈമാൻ കടന്നിട്ടില്ല. എന്തേ? തെറ്റ് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടൊന്നും കുരുത്തക്കേടില്ലാണ്ട് പോയതാണ്. നേരെ മറിച്ച് വ്യഭിചാരത്തിന്റെ അവസരമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാൾ വേണമെങ്കിൽ കിട്ടും, വേണമെങ്കിൽ വിളിച്ചാൽ ഇറങ്ങി വരും. അല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം റെഡിയാണ്. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് പറ്റിയ ടീമുണ്ട്. നമ്മുടെ
നാടുകളിലുള്ള എനിക്കറിയില്ല ഇവിടുത്തെ നമ്മുടെ നെടുങ്കയത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടവും തടാകങ്ങളൊക്കെ ഉള്ളൊരു കാടുകള് ഒക്കെ കള്ളും കുപ്പിയായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാര് കയറി കള്ളുടിക്കാൻ വരിക. പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞാൽ ആ നല്ല രസമുള്ള തണുത്ത കാറ്റടിച്ച് വീശുന്നിടത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല പുഴ ഉണ്ടല്ലേ, കേരളയിലെ പുഴയ്ക്കല്ലേ. ചൂടുകാലങ്ങളിൽ അവിടെ പോകുന്നവര് കള്ളും കുപ്പിയിട്ടാ പിന്നെ വരുന്നത്. രാവിലെ ചെന്ന് നോക്കുമ്പോ ഇവിടെ നല്ല മദ്യം പൊളി മാത്രല്ല, അതിന്റെ കൂടെ കള്ളും കുടിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ചെല്ലുന്നവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പേ എന്താണിത്? ഒരവസരം കിട്ടാത്തത് കൊണ്ട് ഇവനൊന്നും ചെയ്തില്ല. പക്ഷേ അവസരം കിട്ടിയവരൊക്കെ അടിച്ചു പൊളിച്ചു. എനിക്കും അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സെങ്കിൽ ഇത്തരം ആളുകളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയൽ ബാധ്യതയുണ്ട് നമുക്ക്. നമ്മുടെ നഫ്സിനോട് ആദ്യം പറയണം, പിന്നെ കൂടെയുള്ള ജനങ്ങളോട്. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല പറയണത്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബിനി ആദമ ഖത്വാ വ ഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ആണും പെണ്ണും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യലല്ല വിഷയം. തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാതെ ഇരിക്കുന്നവന്റെ കാര്യമാണ് വലിയ വിഷമുള്ളത്, പരിഭ്രമമുള്ളത്. ഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. തെറ്റുകാരിൽ ഏറ്റവും നല്ലവര്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് ആരാ? തെറ്റ് ചെയ്യുന്നവര് നല്ലവരുണ്ടോ? അതാരാ? അത്തവ്വാബൂൻ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ. റബ്ബേ പറ്റിപ്പോയി പടച്ചോനെ, ആ നേരത്തൊരു ബോധം ഉണ്ടായില്ല, മാപ്പാക്കി തരണേ റബ്ബേ. പടച്ചോനെ പുറത്തുതാ, അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബേ, ഇതൊന്നും കേട്ടില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു റബ്ബേ. അങ്ങനെ ഒരു സംഘം കൂടി കോളേജിൽ നിന്ന് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അങ്ങനെ തിന്മ ചെയ്ത് 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 മടുത്തു. തിന്മയിൽ ഒരു സമാധാനവുമില്ലാതെ ഒരു തിന്മ കഴിഞ്ഞാൽ മറ്റൊന്ന്. ഒരു വ്യഭിചാരം ചെയ്തവന് രണ്ടാമത് ചെയ്യാൻ തോന്നും, വേറൊരുത്തിനെ കിട്ടാൻ തോന്നും. അവളെ കഴിഞ്ഞാൽ വേറൊരുത്തിനെ വേണ്ടി വരും, അവള് കഴിഞ്ഞാൽ വേറൊരുത്തിയെ. ദുന്യാവുന്നവന്റെ ആശ തീരൂല. സുബ്ഹാനല്ലാഹ്. ഇതാണ് തിന്മകളുടെ അവസ്ഥ. ഒരിക്കലും മനസ്സമാധാനം തരില്ല. നേരെമറിച്ച് നീ നിക്കാഹ് ചെയ്ത് നിന്റെ ഭാര്യയാണ്, നീ നിക്കാഹിലൂടെ സ്വീകരിച്ച നിന്റെ ഭർത്താവാണ് സഹോദരി, അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റേത് സംതൃപ്തിയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടങ്ങാത്തത്, ഒരിക്കലും അടങ്ങാത്ത ഒരു വികാരജീവിയായി മനുഷ്യൻ അടിമപ്പെടുകയാണ്. എന്തിന്? തിന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിൽ കിടക്കുന്ന നേരത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മലക്കുൽ മൗത്തിനെ കാണാൻ പോകുന്ന നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ സ്വന്തം കൂടെയുള്ള ആളുകളോട് ഉപദേശിച്ചു കൊടുത്ത മഹാനല്ലയോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു യാ ലൈതനി يا ليت أمي لم تلدني يا ليتني ما عرفت الحياة يا ليتني ما توليت الخلافة. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്ന് മരണം മുന്നിൽ കാണുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണത്. യാ ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ. ആരായി പറയണത്? സ്വർഗത്തിലേക്ക് പോയിക്കോളൂ ഉമറേ, നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുന്നവരെന്റെ വലതു ഭാഗത്ത്, ഉമറേ നിങ്ങൾ എന്റെ ഇടതു ഭാഗത്ത്. നമ്മൾ ഇങ്ങനെ തോളിൽ പിടിച്ച് സ്വർഗത്തിൽ പോകും. ഹഖദാ യദ്ഖുലു സലാസത്തുനൽ ജന്ന എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാ, എന്റെ ഉമ്മ എന്തിനെന്നെ പ്രസവിച്ചു, എന്തിന് ഞാൻ ജീവിച്ചു, യാ ലൈതനി മാ തവല്ലൈതുൽ ഖിലാഫ, എനിക്ക് എന്തിന് അധികാരം, എനിക്ക് എന്തിന് ഖിലാഫത്ത് വേണ്ടില്ലായിരുന്നു എന്ന് പരിതപിക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ പിന്നെ എന്താ പറയാ? ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിതപിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൂബാ ലക യാ അമീറുൽ മുഅ്മിനീൻ വല്ലാഹി യാ ലൈത അയ്യാമക തതകറർ അയാ ഉമറൽ ഫാറൂഖി ഹൽ ലക ഔദത്തുൻ ഫഇന്നാ യുജൂശർ റൂമി തൻഹാ വതഅമുറു رفاقوك في الأغوار شدوا سروجهم وجيشوك في حطين صلوا وكبروا تغني بك الدنيا كأنك فاتح على بركات الله يرسو ويبحر
ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചു പോയ ഒരു ലെഗസിയാണ് ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ പൈതൃകം പിന്തുടരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ വിളക്കിൽ നിന്നാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വിളക്ക് ലഭിക്കുന്നത്. മഹാനവറുകൾ വയറ് കുത്തിക്കീറി ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൽ സല്ലൈത്, ഞാൻ നിസ്കരിച്ചുവോ? സുബഹിക്ക് ഇമാമ് നിൽക്കുമ്പോഴാ മെഹ്റാബിലൂടെ ഒരാൾ കത്തിയുമായി വന്ന് ഫാറൂഖ് തങ്ങളുടെ വയറിന് 9 കുത്തുകുത്തിയത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വീണതാണ്. നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചത് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയോ എന്നല്ല, ഹൽ സല്ലൈത്, ഞാൻ എന്റെ സുബഹി അത് ഞാൻ മുഴുവനാക്കിയോ? എന്റെ സുബഹി ഞാൻ നിസ്കരിച്ചോ? ഹൽ സല്ലൈത്. അവര് പറഞ്ഞു, യുഈനുകല്ലാഹു വതുസല്ലി, ഉമറേ, അല്ലാഹു നിങ്ങളെ നിസ്കരിക്കാൻ സഹായിക്കും, നിങ്ങൾ നിസ്കരിച്ചേക്കും, പേടിക്കണ്ട. വയറങ്ങട്ട് പൊളിഞ്ഞു കിടക്കുക, കുടൽമാലകൾ മുഴുവൻ മുറിഞ്ഞു പോയി. ഗ്ലാസ് വെള്ളം കൊടുത്തു, പുറത്തു വന്നു. അപ്പൊ ചോരയിൽ വന്നപ്പോ ആൾക്കാർ വിചാരിച്ചത് ചോരയാണോ അറിയില്ലല്ലോ. അപ്പൊ പാല് കൊടുത്തു, നോക്കുമ്പോ ആ പാൽ അതുപോലെ ചോരയിൽ കടന്നു. അപ്പൊ മനസ്സിലായി ഇത് രക്ഷപ്പെടൂല. ഹൽ സല്ലൈത്. ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്വലാത്ത്, അസ്വലാ, നിസ്കാരം, നിസ്കാരം. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, ജനങ്ങളെ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം നിലനിർത്തണേ, അല്ലാഹുവിനെ ഓർക്കണേ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാഹ്. ഉമർ തങ്ങൾ അവസാനം പറയുന്ന വാക്കുകളാണ്. എന്റെ കുട്ടികൾ ആരാ നോക്കാന്നോ, എന്റെ ഭാര്യ എവിടെ, എന്റെ പേരക്കുട്ടികൾ എവിടെ, അവരൊക്കെ ഒന്ന് മുഖം കാണട്ടെ. ഒന്നുമല്ല പറയണത്, ഒന്നുമല്ല പറഞ്ഞത്. നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുത്തേറ്റ് കിടക്കും, എന്റെ ഉമ്മാനെ കാണിച്ചു തരുമോ, അപ്പാനെ കാണിച്ചു തരുമോ, ഭർത്താവിനെ കാണിച്ചു തരുമോ, ഭാര്യനെ കൊണ്ടുവന്നരുമോ? ഒന്നുമല്ല. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വയലിന് ഇരുന്നിട്ട് സുബഹി ഖളാവുകയാണ്, നിങ്ങൾ ഇപ്പം എണീറ്റ് പോയിക്കോളി, നിങ്ങൾ സുബഹി നിസ്കരിച്ചാൽ മതി, വയല് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലാവണം. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ. ഒരു പരിപാടിയോ ഒരു സമ്മേളനമോ നമ്മുടെ ഒരു കല്യാണമോ വിവാഹം നടക്കണമെന്ന് നിസ്കാരം, പുതിയണ്ണനും നിസ്കാരമില്ല, മേക്കപ്പ് ചെയ്തിരിക്കല്ലേ, പുതിയാപ്പിളക്കും നിസ്കാരമില്ല, അമ്മായിമാക്കും നിസ്കാരമില്ല, അമ്മോശനും നിസ്കാരമില്ല, ഒക്കെ അങ്ങനെ ചിരി ഓണാക്കി ഇരിക്കന്നെ രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ. ഓതുണ്ടാക്കിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, എന്താ പിന്നെ കല്യാണത്തിന്റെ കഥ? ആ ആദ്യ രാത്രി കാളരാത്രിയല്ലേ, നിസ്കാരമില്ലാതിലേക്ക് കൊണ്ടുവന്ന്. സുബ്ഹാനല്ലാഹ്. പുതിയനോട് നിസ്കരിച്ചോ എന്ന് ആരെങ്കിലും പറയില്ല, ആരെങ്കിലും ചോദിക്കണ്ടേ, ഓക്കുന്ന നിസ്കാരം വേണ്ടെന്ന അവസ്ഥ എന്ന വിചാരം. ഓൾന്ന് പുതിയണ്ണല്ലേ. മേക്കപ്പ് ഒക്കെ ഇടുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് അണിച്ചൊരുക്കുകയാണ്. പുതിയണ്ണാണ്, പുതിയനാരിയാണ്, ഹലാലായ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോട്ടെ. ഒതു കൊടുത്തിട്ട് ആക്കി കൊടുക്കുക, അവള് നിസ്കരിക്കട്ടെ. ളുഹൂറും അസ്റും മഗ്രിബും ഇശാവും ഒക്കെ നിസ്കരിക്കട്ടെ. സുബഹിയും വേണം. കല്യാണത്തിന്റെ തലേന്ന് സുബഹി ഉണ്ടാവില്ല, അന്ന് ഉച്ചക്ക് ളുഹൂറുമില്ല, അസ്റുമില്ല, മഗ്രിബും ഇശാവും ആവണമെന്നല്ല. അല്ലോ പെരുങ്കല്യാണം എന്ന് പറഞ്ഞിട്ടിരിക്കല. കല്യാണത്തിന് പോയോലും വന്നോലും അവർക്കും നിസ്കരിച്ചു. എന്ത് കല്യാണം, എന്ത് സന്തോഷം. അമൃതങ്ങൾ വയറ് കുത്തിക്കീറപ്പെട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പറഞ്ഞ വാക്കാണ്, നിസ്കാരം ഒഴിവാക്കിയവന് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ. എത്ര സ്വതക്കയും ദാനം കൊടുക്കുന്നു, നിസ്കരിക്കൂല, ആ മനുഷ്യന് പുല്ലുവിലയാണ് ദീനി. എന്നിട്ട് പറഞ്ഞു, മൻ ഹഫിളസ്സലാത ഹഫിളഹുല്ലാഹ്, നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്. അല്ലാഹ് രക്ഷിക്കും. ഭരണാധികാരിയോ പോലീസ് പട്ടാളൊന്നല്ല, അല്ലാഹുവിന്റെ രക്ഷ വരും നിസ്കരിക്കുന്നവർക്ക്. വമൻ ളയ്യഅസ്സലാത ളയ്യഅഹുല്ലാഹ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഉമർ തങ്ങൾ വഹി കിട്ടുന്ന ആളല്ല, പക്ഷെ വഹി പോലെ ഇൽഹാം കിട്ടുന്ന മഹാനാണ്. ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുഖല്ലമീൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നമ്മൾ നിസ്കരിക്കണില്ല, നിസ്കരിക്കാതെ വേല കേട്ടിട്ടും കാര്യമില്ല. വേല കേട്ടാണ് ഉറങ്ങി, നിസ്കരിച്ചിട്ടില്ല, ഒരു കാര്യമില്ല.
اللهم لا تجعل هذا حجة علينا يا رب. من حفظ الصلاة حفظه الله ومن ضيعه ضيعه الله. എനിക്ക് ഉളുർത്ത് തരുന്നു പറഞ്ഞു ചോരങ്ങൾ ഒലിച്ചുകൊണ്ടിരിക്കുക, വയറ് കീറി കിടക്കണം, വയറ് പൊളിഞ്ഞു കിടക്കുകയാണ്, കുടലൊക്കെ പുറത്തിയാടിയിട്ടുണ്ട്. ആ രംഗം ആലോചിച്ച് നോക്കി. ഒന്ന് ഹോസ്പിറ്റലില്ല, ഏത് എമർജൻസി ഇവിടെ കൊണ്ടുപോകും? കുടൽമാല മുഴുവൻ പുറത്താണ്. നമ്മൾ അറിയണം, ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ അള്ളാഹുവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഈ വയറും കീറി അതൊക്കെ പുറത്തിയാടൂലേ? മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണില്ലേ എത്രയാണ് അവരുടെ വയറിന്റെ ഒക്കെ ഒരു വലുപ്പം, ബ്ലാഡർ എത്ര വികസിക്കും. ഉമർ തങ്ങളുടെ ശരീരം കണ്ട് പൊളിഞ്ഞു കിടക്കും. ഉമർ തങ്ങൾ വലിയ ആകാരമുള്ള മഹാനാണ്. ഉമർ തങ്ങൾ ഭയങ്കര ഹൈറ്റായിരുന്ന സ്വഹാബിമാര് പറയും, ഞങ്ങൾ തവാഫ് ചെയ്യുമ്പോ ഞങ്ങളിൽ വലിയ ഹൈറ്റുള്ള ആളൊക്കെ ഉമർ തങ്ങളുടെ തോളിലെടുത്ത് ഉണ്ടാവുള്ളൂ. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള മഹാനാണ്. അത്രക്കന്നെ ഈമാൻ. ശൈത്താൻ കണ്ട പേടിച്ചോടുന്നല്ലേ പറഞ്ഞത്. ഉമർ തങ്ങളെ കണ്ട പിശാച് വേറെ വഴിക്കാൻ പോവാ വരുന്നുണ്ട്. അത് നബി തങ്ങൾ കൊടുത്ത ബഹുമാനമാണ്, ഉമർ തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാച് വേറെ വഴിക്ക് പോകും, നിങ്ങളുടെ അടുത്ത് പിശാച് വരില്ല. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ആ കടന്ന കിടപ്പിൽ ഒതു കൊടുത്തു. സുബഹി ഖളാ കൂട്ടി. ഒരു റക്അത്ത് ബാക്കിയുണ്ടായിരുന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. പറഞ്ഞു, നിസ്കാരമില്ലാതെ അല്ലാഹു രക്ഷപ്പെടുത്തൂലല്ലോ. നിസ്കാരമില്ലാതെ എന്ത് ഇസ്ലാം? നിസ്കാരമില്ലാത്തവൻ കുറെ തിയറിയും കുറെ ഫിലോസഫി പറഞ്ഞിട്ട് എന്താ കാര്യം? നിസ്കാരമില്ലെങ്കിൽ നിസ്കാരം വേണ്ടേ? എനിക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ഈ വാദ കേൾക്കുന്ന ഇന്നത്തെ ഈ സദസ്സ് നിശ്ചയിക്കുക, മരണം വരെ, തലയിലെ ബുദ്ധിയുള്ള കാലം വരെ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും റബ്ബേ. റബ്ബിനോട് നിങ്ങൾ ശപഥം ചെയ്യും. ഞാൻ എൻ്റെ റബ്ബിനോട്, നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സിൽ വെച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് നമ്മൾ ഉറപ്പ് പറയും. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷയില്ല. ഈ ഉമ്മത്ത് മുഴുവൻ നിസ്കാരം നിലനിർത്തിയാൽ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹിഫ്ള് ഉണ്ടാകും. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അല്ലാഹു രക്ഷിക്കും, ഉമ്മത്തിന് രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖളാഅല്ലേ, അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് ഖളാ വീട്ടിയെടുക്കുക. അത് വീട്ടണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും. ഞാൻ ഓരപ്പാന്ന് പറഞ്ഞ് കൂടാൻ പോകണ്ട. നാളെ അത് മുമ്പോട്ടെത്തിയാൽ ഇത് പോരാന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. അവിടെ ഖളാ വീട്ടി പോയിക്കോളി. സുബ്ഹാനല്ലാഹ്. ആ നിലക്കാണ് ഉമർ തങ്ങൾ കിടക്കുന്നത്. നിസ്കാരം കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഇനി സെക്കൻഡുകളുള്ളൂ ജീവൻ വിട പറയാൻ. വേദനയാണ്. പക്ഷെ ഫാറൂഖ് എന്നവര് വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല. നല്ല ഓർമ്മയിലാണ് ഉമർ തങ്ങൾ വഫാത്താകുന്നത്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉമർ എന്നവരെ സാരമില്ല, ഉമർ എന്നവരെ സാരമില്ല, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഹബീബല്ലേ, നിങ്ങൾ രക്ഷപ്പെടും. പോകുമ്പോ അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയേ, എന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ് മോനെ, ആ വസ്ത്രം മേലെ വെക്ക്. നെരിയാണിക്ക് താഴെ ഒരു പുരുഷനും വസ്ത്രം താഴ്ത്തല്ലേ. നിന്റെ വസ്ത്രം ശുദ്ധമാവാനും നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടമാവാനും അല്ലാഹുവിനോടുള്ള വിധേയത്വം കാണിക്കാനും നല്ലത് അത് നെരിയാണിക്ക് മീതെ നിർത്തലാണ് എന്ന് സക്കറാത്തിൽ ഉപദേശിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരിക്കാൻ കിടക്കുമ്പോ ഉപദേശം കൊടുത്ത മഹാൻ. ആ ഒരു മഹത്വം കിട്ടിയത് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എന്തുകൊണ്ട്? ഒരു തിന്മയും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. നമ്മുടെ വിഷയം അതാണ്. തിന്മകളെ കണ്ടില്ലെന്ന് പറയല്ലേ.